പന്തം കണ്ട പിഴിച്ചാരിനെ പോലെ ഇരിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല. എൻ്റെ ഫസ്റ്റ് കിസ്സാ. പെട്ടെന്ന് കിട്ടിയപ്പോ. എൻ്റെ ഫസ്റ്റ് കിസ്സാ. ബട്ട് നിന്റെ ലിപ്സ്റ്റിക്കിന്റെ ടേസ്റ്റ് ഏതാണ്ട് ബനാന മിൽക്ക് പോലെ ഇരിപ്പുണ്ട്. ബനാന മിൽക്കിന്റെ ഫേവറേറ്റ് ആണ്, അതിനെ തൊട്ട് കളിക്കണ്ട. നിന്റെ ബനാന മിൽക്കിനെ ഒന്നും ഞാൻ പറയുന്നില്ലേ. കുറച്ച് കഴിഞ്ഞ് സോനുവിൻ്റെ ക്ലാസ്സെല്ലാം കഴിഞ്ഞു. അവൻ ജോലിയിൽ ബിസിയായി. ഒന്നിനും ടൈമില്ല, കോൾ ചെയ്താൽ എടുക്കില്ല, മീറ്റ് ചെയ്യലില്ല. അങ്ങനെയൊക്കെ കുറേ നാൾ കഴിഞ്ഞു പോയി. പിന്നെ ഹേയ് സോനു, നാളെ സൺഡേ അല്ലേ, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. നാളെയോ? ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. നോക്കിയാ പോരാ, നാളെ പറയാം. ഒരു സീരിയസ് കാര്യം പറയാനാ, കുറേ നാളായി. ഓക്കെ. ഇവനെന്ത് ഇങ്ങനെ? നാളെ വന്നാൽ മതിയായിരുന്നു. ഹലോ. എന്താടി വിളിച്ച? എന്താന്നോ, ഞാൻ പാർക്കിൽ വന്നു. നീ എവിടെയാ? ഓ, ഞാൻ മറന്നു. ഞാൻ വീട്ടിലില്ല, ഫ്രണ്ട്സിന്റെ കൂടെ ഊട്ടിയിൽ കറങ്ങാൻ വന്നേക്കുക. എന്നെ ഇത്ര പെട്ടെന്ന് മറന്നല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. സോറി, ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ ഭയങ്കര തിരക്കാ. ബൈ. എടി, അവനിപ്പോൾ എന്നെ വേണ്ട, ഒന്നിനും ടൈമില്ല. ജോലി തിരക്ക് കാണും, സാരമില്ല, കുറച്ച് കഴിഞ്ഞാൽ മിണ്ടിക്കോളും. എനിക്ക് തോന്നുന്നില്ല, എത്ര വർഷമായെന്നറിയോ കണ്ടിട്ട്. എപ്പോഴും ഇങ്ങനെ ബിസി. ഒന്ന് മെസ്സേജ് ഇട്ടാലും മതി, അതുപോലും ഇല്ല. പോട്ടേടി, സാരമില്ല, എല്ലാം ശരിയാവും. മോളെ, അച്ഛന് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? മോൾക്ക് ഒരു പ്രപ്പോസലായിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. എന്നെ വിളിച്ചു. നമ്മുടെ കൂട്ടരാ. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട അച്ഛാ, എനിക്ക് താല്പര്യമില്ല. അതെന്താ എനിക്ക് കല്യാണമൊന്നും വേണ്ടാത്ത? എനിക്കൊരാളുടെ ഇഷ്ടമാണ്. ആരാ? നമ്മുടെ കൂട്ടരാണോ? അല്ല, ക്രിസ്ത്യാനിയാ. പേര് സോനു. നിങ്ങൾ 5 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. എൻ്റെ ദൈവമേ, ഈ നാട്ടിൽ ഇത്ര ഹിന്ദുച്ചക്കന്മാരുണ്ടായിട്ട് എനിക്ക് ക്രിസ്ത്യാനിയെ കിട്ടിയോളൂ. ഇത് നടക്കൂല. നാട്ടുകാരെന്ത് പറയും? എനിക്ക് സോനുവിനെ മതി. ഞാൻ കെട്ടിച്ചേരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കെട്ടിച്ചാൽ മതി. നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് ഇതിനു വേണ്ടിയല്ല. ഞാൻ സമ്മതിക്കില്ല. എനിക്കിഷ്ടമില്ലാത്ത കല്യാണത്തിന് എന്നെ നിർബന്ധിക്കണ്ട. അവൻ്റെ കൂടെ പോകാൻ പ്ലാനെങ്കിൽ നിന്നെ കൊന്നുകളയും. ഏതു, ഒന്ന് നിന്നേ. എന്താ വൈഷു, എന്തിനാ വിളിച്ചേ? സോനു ഇപ്പം എവിടെയുണ്ടെന്ന് അറിയാമോ? ഓ, അവനിപ്പോ വരും എന്നെ പിക്ക് ചെയ്യാൻ. എന്താ? ആണോ? എന്നാ ശരി. നീ എന്താ ഇവിടെ? വിളിച്ചാൽ കോൾ എടുക്കൂല, മെസ്സേജ് ഇട്ട റിപ്ലൈ ചെയ്യാം. അപ്പം ഇവനെ വിളിക്കാൻ വരുമെന്ന് അറിയാം. അതാ ഇവിടെ തന്നെ വന്നേ. ഓ, ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയല്ലോ, സന്തോഷം. എന്തോ സീരിയസ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? ഇപ്പം ഞാൻ ഫ്രീയാ, പറഞ്ഞോ. ഞാൻ വീട്ടിൽ പറഞ്ഞു നമ്മുടെ റിലേഷൻ്റെ കാര്യം. അവരെ എതിർപ്പോൾ എനിക്ക് വേറെ മാരേജ് നടത്തുമെന്ന് അവർ പറയണേ. നീ എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല. ഇതെല്ലാം ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ നമ്മൾ റിലേഷനായി? എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരു ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയുക, എന്നെ മറന്നേക്കോ പ്ലീസ്. മറക്കാനോ? ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു റിലേഷനുമില്ല. സോറി, ആഗ്രഹങ്ങൾ തന്നതിന് എന്നോട് നീ ക്ഷമിക്കണം. ഹേയ്, അതൊന്നും വേണ്ട. ഞാനല്ലേ എല്ലാത്തിനും തുടക്കക്കാരി. ഞാനാ ക്ഷമ പറയണ്ടേ. താങ്ക് യു ഫോർ യുവർ ബെസ്റ്റ് മെമ്മറീസ്. താങ്ക് യു വെരി മച്ച്. അയാളുടെ ഒരു വിവരവുമില്ലേ? ഇല്ല, 1 വർഷമായി കണ്ടിട്ട് തന്നെ.
ഇത്രയും സ്നേഹിച്ചിട്ടും കാസ്റ്റിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു. ഞാനൊരു പ്രാവശ്യം കൂടി വിളിച്ചു നോക്കും, എന്നിട്ടും ഒരു റെസ്പോണ്ട് ഇല്ലെങ്കിൽ ഞാനെല്ലാം മറക്കും. എനിക്കതിന് പറ്റില്ല, എന്നാലും ഞാൻ ശ്രമിക്കും. സാരമില്ലാടോ, ജീവിതത്തിൽ ഓരോ ലെസൺ പോലെ ഓരോരുത്തരും വരും പോകും. ഇനി പറ, ഇങ്ങനെയൊരു ലൈഫുള്ള പെണ്ണിനെ തനിക്ക് വേണോ? താൻ വെറുതെ ലൈഫ് പാഴാക്കണ്ട, എൻ്റെ പുറകെ നടന്ന് വീട്ടുകാരോട് പറ. തന്നെ ഇപ്പം ഇഷ്ടപ്പെടുന്നതല്ല, താൻ പഠിച്ച കോളേജിലാണ് ഞാനും പഠിച്ച്. കണ്ടപ്പോൾ ഒരു ഇഷ്ടം, തൻ്റെ ഈ പാസ്റ്റെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ല. എന്നാൽ ശരി, തന്നെ ഇഷ്ടം പോലെ. എടോ, യു സ്റ്റിൽ ലവ് ഹിം? യെസ്. നീ എന്തൊക്കെയാണ് ഈ ഹരിനോട് പറഞ്ഞ് അവൻ മാരേജിൽ നിന്ന് പിന്മാറി? ഇങ്ങനൊരു നശൂലം. നിനക്ക് സമാധാനമായല്ലോ, നല്ലൊരു കൂട്ടരായിരുന്നു. എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ കാണിച്ചു തരാൻ ഞാൻ. നിശ്ചയിച്ച ദിവസം അന്ന് തന്നെ നിന്റെ കല്യാണം. ചെറുക്കനെ നീ കല്യാണത്തിന് കണ്ടാൽ മതി, അല്ലെങ്കിൽ നീ അതും മുടക്കും. അതാ നല്ലത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നാണക്കേടാ. നിങ്ങൾക്കാർക്കും എൻ്റെ ഇഷ്ടം അറിയണ്ട, ജാതിയും മതവും മതി. എന്തെങ്കിലും ഞാൻ പോവുക. ഹലോ. ഹായ്, എന്താണ് വിളിച്ചേ? തൻ്റെ കല്യാണമാണെന്ന് ഇത് പറഞ്ഞു. ആളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഓ, എൻ്റെ മാരേജും ഉറപ്പിച്ചു. ഞാനും ആളെ കണ്ടിട്ടില്ല. എപ്പോഴും നീയുള്ളൂ എൻ്റെ ഉള്ളിൽ. ചേട്ടായി, നമുക്ക് മാത്രം എന്താ ഇങ്ങനെ ഇത്രയും സ്നേഹിച്ചിട്ട് പിരിയേണ്ടി വരുവാണല്ലോ. അതൊക്കെ പോട്ടെ. എന്നാ തൻ്റെ കല്യാണം? അടുത്ത മാസം 8-ാം തീയതി. ഞാനും വന്നോട്ടെ കല്യാണത്തിന്? ഒന്ന് കാണാനാ, സ്നേഹിച്ച പെണ്ണിൻ്റെ കല്യാണം കൂടാലോ. ചേട്ടായി വന്നു, എനിക്കും കാണാൻ തന്നെ അവസാനമായി. എൻ്റെ മോളെ കാണാൻ എന്ത് ഭംഗിയാ. ആരും കണ്ണു വെക്കണ്ട. നീ ഇപ്പോഴും നിന്റെ ആ പഴയ മറ്റവനെ ഓർത്തിരിക്കണ്ട. അവന് വേറെ കല്യാണം ഉറപ്പിച്ചു. ഇന്ന് തന്നെ അവൻ്റെയും കല്യാണം. നീ അവൻ വരാൻ വേണ്ടി നോക്കിയിരിക്കുക അല്ലേ? നിങ്ങളൊക്കെ അപ്പോൾ അതും ഇല്ലാണ്ടാക്കിയോ? പിന്നെ അവന് കല്യാണം മുടക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവൻ്റെ കല്യാണം ഇപ്പോൾ ആക്കി. അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനില്ലല്ലോ. വധുവിനെ വിളിച്ചോളൂ. ഇനി താലി അണിയിക്കൂ. ഇതുവരെ കാണാത്ത ഒരാളുമായി എന്നെ കല്യാണം. ദൈവമേ, എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തേ? ആവശ്യത്തിലധികം എനിക്ക് സങ്കടം നൽകിയില്ലേ? ഇനി എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഒന്ന് അവസാനമായി സോനുവിനെ കാണണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. ഈ താലി എന്നെ കഴുത്തിൽ വേണം. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആലോചന കഴിഞ്ഞെങ്കിൽ ഞാൻ ഈ താലി തന്നെ അണിയിച്ചോട്ടെ. സോനു, നീ എന്നിവിടെ? പിന്നെ എനിക്ക് നല്ല കല്യാണം കഴിക്കണ്ടേ? നമ്മുടെ കല്യാണമല്ലോ ഉറപ്പിച്ചേ. മതി മതി വർത്താനം, പിന്നെ സംസാരിക്കാം. ആ താലി ഇങ്ങ് കേട്ടു മോനെ.
ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതെല്ലാം ഒപ്പിച്ച് വെച്ചതേ ഇവർ രണ്ടുപേരുവാ. വൈഷു, യദു, ആവണി, നിങ്ങളോ? എടാ യദു, അവർ തമ്മിൽ ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു അല്ലേ? So sad. എടാ, എനിക്കൊരു ഐഡിയ. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? എന്താ ഐഡിയ? നീ കാര്യം പറ. എടാ, അവരുടെ രജിസ്റ്റർ മാരേജ് നടന്നു എന്ന് നമുക്ക് അവർ പറഞ്ഞ് ബോധിപ്പിക്കാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ വീട്ടിന് അവൾ പ്രഗ്നൻ്റ് എന്ന് കൂടി പറ. അപ്പം അവർക്ക് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയുണ്ട്? അത് കൊള്ളാലോ. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? താങ്ക്സ് മുത്തേ. നീ ഇല്ലായിരുന്നെങ്കിൽ, അല്ല നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വേറെ ആരെങ്കിലും കേൾക്കേണ്ടി വന്നാണ്. താങ്ക് യു വെരി മച്ച് ഡേ. ഒഴിഞ്ഞു പോയതായിരുന്നു, പിന്നെ എൻ്റെ അടുത്ത് തന്നെ വന്നു. പോടാ. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. എൻ്റെ മോളോട് ഞാൻ ചെയ്തത് തെറ്റാ. എൻ്റെ മോള് എന്നോട് ക്ഷമിക്കണം. ഞാൻ നിൻ്റെ ഇഷ്ടം നോക്കിയില്ല. ഈ അച്ഛനോട് ക്ഷമിക്കും മോള്. അതൊന്നും സാരമല്ല അച്ഛ, എല്ലാം മനസ്സിലാക്കിയല്ലോ. എനിക്കത് മതി. അങ്ങനെ നമ്മുടെ മാരേജ് കഴിഞ്ഞ് അല്ലേ? എത്ര പെട്ടെന്നല്ലേ? വളരെ പെട്ടെന്ന്, ഒട്ടും പ്രതീക്ഷിക്കാണ്ട്. എല്ലാം അൺഎക്സ്പെക്റ്റഡ്. നിന്റെ നാണം. നല്ല ക്ഷീണം. എന്നാലും ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. പിന്നെ കിടക്കാടി. എത്ര നാൾ കൂടിയിട്ട് നിന്നൊന്ന് കാണണേ. മോൻ്റെ ആഗ്രഹേ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, പുറത്തെടുക്കണ്ട കേട്ടോ. ഇല്ലെങ്കിലോ? ഞാൻ എൻ്റെ സ്വഭാവം പുറത്തെടുക്കും. സോനു, വേണ്ട, ശരിയാവത്തില്ല. വേണം വൈഷു.